വെൽക്കം ടു സെലു സ്പൈസി കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് KFC ചിക്കൻ പോലെ വളരെ ക്രിസ്പി ആയിട്ടും ജ്യൂസി ആയിട്ടും കിട്ടുന്ന ഫ്രൈഡ് ചിക്കൻ ആണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ റെസിപ്പിയാണിത്. ഇത് എങ്ങനെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം എന്ന് നോക്കാം. ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുഴുവൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. 12 പീസാക്കി സ്കിന്നോട് കൂടിയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. സ്കിന്നോട് കൂടി എടുത്താൽ ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. ചിക്കൻ നന്നായി കഴുകി വെള്ളം ഫുള്ളായി വാർന്നു പോയ ശേഷം ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി അതായത് സുർക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 15 മിനിറ്റ് അടച്ചു വെക്കാം. ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് തുറന്നു നോക്കാം. ബട്ടർ മിൽക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി മാത്രമാണ്, ഇഞ്ചി ചേർക്കരുത്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിലും കുറവായിട്ട് ഇട്ടാൽ മതി. ഒരു 3 നുള്ളു മതിയാകും. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവൻ ചിക്കനും ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ചിക്കൻ ബട്ടർ മിൽക്ക് മിക്സിലേക്ക് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. നന്നായി മുങ്ങിക്കിടക്കണം. എന്നാലാണ് ചിക്കൻ ഇതിലെ മസാലയൊക്കെ പിടിച്ച് KFC ചിക്കൻ പോലെ ജ്യൂസി ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. കുറഞ്ഞത് 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 4 മണിക്കൂർ കഴിഞ്ഞ ശേഷം മാത്രമേ ഇത് റെഡിയാക്കാവൂ. ഫ്രൈ ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാത്രം റെഡിയാക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലവർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ച 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. തണുത്ത വെള്ളം തന്നെ വേണം ഇതിലേക്ക് ചേർക്കാൻ. 1 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് മിക്സ് ചെയ്യാം. ആവശ്യമാണെങ്കിൽ കുറേശ്ശെ വീണ്ടും ചേർത്ത് കൊടുക്കാം. ദാ ഇതുപോലെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പും മുളക് പൊടിയും മൈദയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ 1-2 മിനിറ്റ് മിക്സ് ചെയ്യണം. നന്നായി മിക്സ് ചെയ്ത ശേഷം മാറ്റി വയ്ക്കാം. ഇനി ഫ്രിഡ്ജിൽ വെച്ച് ചിക്കൻ എടുത്തു വെച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഓരോ പീസ് ആയി ഈ മിക്സിലേക്ക് മുക്കിയെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഈ മിക്സ് പിടിക്കുന്ന രീതിയിൽ വേണം മുക്കിയെടുക്കാൻ. അതിനുശേഷം മുളക് പൊടിയും മൈദയും ചേർത്ത് മിക്സ് ചെയ്ത പൊടിയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ പൊടി ചിക്കനിൽ നന്നായി കവർ ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായി കവർ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നനവ് തോന്നുന്ന ഇടത്ത് നന്നായി ഈ പൊടി പിടിപ്പിച്ചു കൊടുക്കുക. ചെറുതായി പ്രസ് ചെയ്തിട്ട് പിടിപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്.
ശേഷം ചിക്കൻ പീസ് ഒന്ന് കുടഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ ആദ്യം ഒരു 3 പീസ് റെഡിയാക്കുക. ഈ 3 പീസ് ഫ്രൈ ചെയ്ത ശേഷം മാത്രം അടുത്ത 3 പീസ് റെഡിയാക്കാവൂ. എല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്ത് വെച്ചാൽ പെർഫെക്റ്റ് ആയി കിട്ടാറില്ല. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അതിനായി ഒരു ചട്ടിയിൽ ഓയിൽ കുറച്ചധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇട്ട് കൊടുത്താൽ ഇതിന് പൊങ്ങി വരാനുള്ള സ്പേസ് കിട്ടില്ല. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞ് ഉൾഭാഗം വെന്ത് കിട്ടില്ല. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 പ്രാവശ്യം ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്യണം. ചിക്കൻ നന്നായി കുക്കായിട്ടുണ്ട്. ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കി പീസും റെഡിയാക്കണം. 3-4 തവണയായി ഫ്രൈ ചെയ്തെടുക്കണം. ദാ ഇത് കണ്ടില്ലേ, നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങിക്കുന്ന അതേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. രുചിയും അതേപോലെ തന്നെയാണ്. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല ജ്യൂസി ആയിട്ടും കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.